ബ്രോ എന്താ ബ്രോ എന്താ വെച്ചാ പറടാ. എനിക്ക് എന്തോ ശിവാനി എന്റെ കൂടെ ഒളിച്ചോടി വരുമെന്നാ തോന്നുന്നെ. ഏയ് ഞാനല്ല, അവള് തന്നെ എന്നെ വിളിച്ചോണ്ട് ഓടുമെന്നൊരു തോന്നലുണ്ട്. ചിലപ്പോ ഇന്ന് തന്നെ വന്ന് വിളിക്കാനും ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ നാളെ ആവാം. എന്തായാലും ഞാൻ ആ വിളിക്ക് വേണ്ടി കാത്തിരിക്കാന്നേ. ബ്രോ നീ എങ്ങനെ സ്വപ്നമൊന്നും കാണണ്ട, മിണ്ടാതെ പറഞ്ഞോണ്ട് അടിക്ക്. ബ്രോ എന്ത് വേണമെങ്കിലും പറഞ്ഞു, നിന്റെ ചേട്ടത്തിയമ്മ സൂപ്പറാണ്. ചേട്ടത്തിയമ്മ ആരടാ അത്? ശിവാനി. ശിവാനി എന്റെ ഭാര്യയായ പിന്നെ നിന്റെ ചേട്ടത്തിയല്ലടാ. ലേറ്റ് ആയി പോയല്ലോ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് ചെറിയട്ടാ. എന്റെ സ്വപ്നത്തില് ശിവാനി വരുന്നേ. അവളുടെ കൂടെ പോയിട്ട് എനിക്ക് ഡ്യൂവറ്റ് കളിക്കാനുള്ളതാ. ഗുഡ് നൈറ്റ്. അതെ ബ്രോ, എന്നോട് ഗുഡ് നൈറ്റ് ഒന്നും പറയുന്നില്ലേ? ഗുഡ് നൈറ്റ് ബ്രോ. ഗുഡ് നൈറ്റ് പറഞ്ഞതിന് ശേഷം എന്നോട് സ്വീറ്റ് ഡ്രീംസ് പറയുന്നില്ലേ? വീട്ടേക്ക് സ്വപ്നത്തില് ശിവാനി വരുമല്ലോ, സോ സ്വീറ്റ് ഡ്രീംസ് ആയിരിക്കും. ഒരായിരം ഗിനാക്കൾ. ഒന്നാവില്ല. ശിവാനി ഇപ്പൊ എന്റെ ഉള്ളിലല്ലോ ഉള്ളേ, അപ്പൊ ശിവാനി എന്റേതായിരിക്കില്ലേ? ഒരായിരം കിനാക്കളാൽ കുരുന്നുകൂടി മേഞ്ഞിരുന്നു മോഹം. കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കു വെച്ചു മോഹം. തര തര തര. ശിവാനി, ശിവാനി, എന്റെ സ്വപ്നത്തിന് വന്നല്ലേ. എന്തൊരു നല്ല സ്വപ്നമായിരുന്നു. ഞാൻ ഇപ്പൊ വീട് എന്നെ പിടിച്ചേക്കണേ. അയ്യോ, എന്താ നീ കാണിക്കുന്ന? എണീക്ക്. ശിവാനി ഒന്ന് എഴുന്നേൽപ്പിക്ക്. എഴുന്നേക്ക് തൃശൂൽ. സ്വപ്നായിരുന്നില്ലേ ഇത്? സത്യായിരുന്നല്ലേ? ശിവാനി, നീ അവനെ ശരിക്കും പിടിച്ചതായിരുന്നു. ഞാൻ കരുതി അത് സ്വപ്നായിരിക്കും. താങ്ക് യു ശിവാനി, താങ്ക് യു. എന്താ പറ്റിയ നിനക്ക്? കുടിച്ചിട്ടുണ്ടോ? ശിവാനി, ഞാൻ കുടിക്കാനോ? നോ വേ, നോ ചാൻസ്. ഇത്രയും മാത്രമേ കുടിച്ചിട്ടുള്ളൂ. തൃശൂൽ, നീ റൂമിൽ പോയി കിടക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ഇവിടെ എവിടെങ്കിലും വീട് കിടക്കേണ്ടി വരും.
എന്തിനാ ശിവാനി നീ എപ്പോഴും എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എനിക്ക് നിന്നോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം. എനിക്കത് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ വിടുന്ന? അതെ, എനിക്ക് സംസാരിച്ചേ മതിയാവൂ. പ്ലീസ്. ശരി, എന്താന്ന് പറ. ശിവാനി, നീണ്ടല്ലോ, ഞാൻ ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. എന്റെ കണ്ണ് ചിലപ്പോ നിനക്ക് തട്ടും. നിന്നെ എന്താ ചെയ്യാൻ പോന്ന നീ? ആരെങ്കിലും കണ്ട എന്താ വിചാരിക്ക? നിനക്കെന്താ കോമൺ സെൻസ് തീരെയില്ലേ? അതെയോ? ആരെങ്കിലും കണ്ടാലിപ്പോ എന്താ സംഭവിക്കുക? അവര് നമ്മളെ കണ്ടിട്ട് ലവേഴ്സാന്ന് വിചാരിച്ച് കൊണ്ടുപോയി കെട്ടിച്ച എന്തായിരിക്കും ഗതി? നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ടേ. ആയിക്കോട്ടെ, ഞാനത് കുറയ്ക്കാൻ ശ്രമിക്കാന്നേ. ഇന്ന് നിനക്ക് ഒരുപാട് കണ്ണു വേണുണ്ട്, അതുകൊണ്ട് ദൃഷ്ടി എടുക്കണം എനിക്ക്. തൃശൂൽ പ്ലീസ്, വെറുതെ ഒന്ന് നിക്ക്. അയ്യോ, എന്താ ചെയ്യാൻ പോന്നെ? ദൃഷ്ടി എടുത്താ മതിയോ? ദൃഷ്ടിപ്പൊട്ടാരതോടാ? അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ദൃഷ്ടിപ്പൊട്ട് വെച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ ഒച്ച വെച്ച് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുത്തിട്ട് ഞാൻ പറയും, നോക്ക് ശിവാനിത് എന്നെ പിടിച്ചെടുത്തിട്ട് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയും കേട്ടോ. ആച്ചാ, അമ്മേ, അമ്മേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ദൃഷ്ടിപ്പൊട്ട് വെച്ച് തരാം. പറ്റില്ല. എന്നാ വിളിക്കട്ടെ? ആയിക്കോട്ടെ, വെക്ക്. അങ്ങനെ വഴിക്കുവാ. നായകനെ, നീ പോയി നിന്റെ ജോലി ചെയ്തോ? ഇനി ഒരു തടസ്സം ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരു തടസ്സം നിനക്കുണ്ടാവില്ല. നീ പോയി നിന്റെ ജോലി തീർത്തോ. ഇനി ആരെങ്കിലും നിന്നെ തടഞ്ഞ അവനെ തീർത്തടഞ്ഞേക്ക. ജസ്റ്റ് ഫിനിഷിംഗ് ഓഫ്. എനിക്ക് മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ലല്ലേ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വളച്ചെടുക്കാൻ നോക്കാതെ. ഇല്ല, എന്റെ പെണ്ണിനെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഇല്ല, എന്നെ കൊണ്ട് ഇതൊന്നും സഹിക്കാനാവില്ല. വീട്ടിലെ മകനെന്നുള്ള സ്ഥാനം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. കൺസ്ട്രക്ഷൻ ബിസിനസ് എനിക്കുണ്ടായിരുന്നു. അത് എന്നെ നിന്ന് മാറ്റിയിട്ട് പിച്ച പോലെ വീണ്ടും തന്നിരിക്കുക. എന്നിട്ടിപ്പോ ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ സ്വന്താക്കാൻ വേണ്ടി നടക്കാതെ. മയങ്കിനെ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ വേറൊരു കാര്യം, പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കുന്നൊരു കാര്യം. ഫൈനൽ വാക്കായത്. അവനിവിടുന്ന് ദൂരേക്ക് കൊണ്ടുപോകണമെന്നല്ലേ ഞാൻ പറഞ്ഞു. അവനെ കൊണ്ടുപോകണ്ട. അവനിവിടെ വെച്ച് കൊന്നേക്ക. അവന്റെ മരണത്തെപ്പറ്റി സംസാരിച്ചാൽ മരണം നിന്നെ തേടി വരും. ഈ മായാങ്കനയുടെ രൗദ്രഭാവം നീ ഇനിയും കണ്ടിട്ടില്ല. വെറുതെ അത് പുറത്തെടുപ്പിക്കാൻ നീ ശ്രമിക്കണ്ട. നീ മഹാമായിയുടെ കൊച്ചുമകനായതുകൊണ്ടാണ് നിന്നെ ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നത്. ഇല്ലായിരുന്നെങ്കിൽ അവനാണെങ്കിൽ എന്റെ പെണ്ണിനെ താലി കെട്ടാൻ നടക്ക. അവനെ കൊല്ലാൻ വേണ്ടി ഇവളെ അങ്ങ് ദൂരെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നപ്പോ ഇവളെ എന്നെ കൊല്ലുന്നാ പറയുന്നു. ഇവിടെ എന്താ നടക്കുന്നത്?
ശിവാനി, യു നോ വാട്ട്? ഇന്നില്ലേ ത്രിവിക്രം ബ്രോ നിനക്ക് മോതിരിട്ട് തന്നായിരുന്നില്ലേ? എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ ഇഷ്ടാനിഷ്ടമൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ല. എനിക്കിഷ്ടമാണ്, അത് മാത്രം മതി. ഇതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമാണ് ഞാൻ നിന്നോട് പറയുന്നത്. എന്താ ശിവാനി നീ ഇങ്ങനെ? ഞാൻ കേൾക്കുന്ന പറയുമ്പോ നീ പടിഞ്ഞാറെന്ന് പറയും. ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് പോയി മധ്യപ്രദേശിലെ ഒരു റൗണ്ട് ടേബിൾ ആയിട്ട് കോൺഫറൻസ് കൂടിയാൽ എന്താണ്? ഓ, വേറൊന്നും വേണ്ടേ നിനക്ക്? വേറെ എന്തെങ്കിലും എന്ന് വെച്ചാ എന്താ? തൃശ്ശൂർ ഒന്ന് മതിയാക്കുന്നുണ്ടോ നീ? മതിയാകാത്തത് ഞാനല്ല, നീ തന്നെയാ. നീണ്ടല്ലോ, നീ ത്രിവിക്രം മോതിരിടുന്ന സമയത്ത് നീ വിരല് കാണിച്ചെടുത്തോണ്ട് ഞാനെന്ന് മാത്രം വേദനിച്ചെന്ന് പറയുന്നത് നിനക്ക്? അങ്ങനെ ആവണല്ലോ. എന്റെയും ത്രിവിക്രമന്റെയും നിശ്ചയം മുമ്പ് മുടക്കിയത് നീ തന്നെയല്ലേ? ഇപ്പൊ നിന്റെ മുന്നിൽ വെച്ച് തന്നെ നിശ്ചയം നടന്നു. എന്റെയും ത്രിവിക്രമന്റെയും ബന്ധം മോതിരം ഇട്ടുകൊണ്ട് ഒന്നുകൂടെ ഉറപ്പിച്ചു. ഏയ്, എന്തിനാ ചിരിക്കുന്നേ? എന്നോടാ ചോദിക്കാൻ നീ എന്തിനാ ചിരിക്കുന്നേന്ന്? അത് പിന്നെ നീ ത്രിവിക്രമൻ ഇട്ട് കൊടുത്ത മോതിരം ഞാൻ നൈസായിട്ട് മോഷ്ടിച്ചേ. ഇത് നീ എപ്പോഴാ ചെയ്തത്? അത് ഞാനും ത്രിവിക്രമനും കുടിച്ചോണ്ട് ഡാൻസ് ചെയ്തോണ്ടിരുന്നപ്പോ എടുത്തത്. അവൻ അറിഞ്ഞില്ല, മണ്ടനല്ലേ. അവനത് അറിഞ്ഞിട്ടേ ഇല്ല. അവന്റെ കയ്യിൽ മോതിരം ഇല്ലെങ്കിൽ എന്താ, എന്റെ കയ്യിലുണ്ടല്ലോ ഈ മോതിരം. ഞങ്ങളുടെ നിശ്ചയത്തിന്റെ തൃശൂൽ, എന്റെ മോതിരം എവിടെ? ഇവിടെ. ശിവാനി, നീ എന്താ പറഞ്ഞ? നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധം ഈ മോതിരത്തിന്റെ കൂടെ ഒന്നായിരുന്നോ? ഇല്ല. തൃശൂൽ, മര്യാദയ്ക്ക് എന്റെ മോതിരിങ്ങ് തന്നോ? തരില്ല, ഞാൻ തരമാട്ടേ. വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. എന്തിന് ദേഷ്യന്റെ സുന്ദരി, ഈ മോതിരം നിനക്ക് തരില്ല. മര്യാദയ്ക്ക് മോതിരിങ്ങ് തരാൻ. അയ്യോ, എന്റെ പൊന്നുംകുടത്തിന് ദേഷ്യം വന്നോ? ആരുടെ കണ്ണ് വീണതാണോ എന്തോ. എന്നാ ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് ദൃഷ്ടി ഒഴിയാ. നിങ്ങളുടെ ബന്ധത്തിന് ഇന്ന് മുതല് ബന്ദ്. അയ്യോ, നിനക്ക് അതിന്റെ മഹത്വം അറിയോ? നിനക്ക് എന്റെ പ്രണയത്തിന്റെ മഹത്വം അറിയോടി? തൃശൂൽ, എന്തിനിങ്ങനെയൊക്കെ കാണിക്കുന്നേ? എന്നെ സങ്കടപ്പെടുത്താനാണോ നിന്റെ ഉദ്ദേശം? അയ്യോ സോറി ശിവാനി. കാര്യം നിനക്ക് വിഷമാവും, പക്ഷെ എനിക്ക് ഇതൊന്നും തന്നെ സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യം ആയതുകൊണ്ടാ. ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് ശിവാനി. നീ എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ജീവനാ. എന്റെ ആദിശേഷനെ എവിടെയും കാണുന്നില്ലല്ലോ. എനിക്ക് അവനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയേ പറ്റൂ. നാഗലോകത്തേക്ക് കൊണ്ടുപോയി എന്റെ പ്രണയം അവനെ അറിയിച്ചിട്ട് അവനെ എനിക്ക് സ്വന്തമാക്കണം. നാഗലോകത്തെ യുവറാണിയായി അവന്റെ ഒപ്പം എനിക്ക് ജീവിക്കണം. ശിവാനി, നിന്നെ എന്റെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്ത് തന്നെ ചെയ്യാനും റെഡിയാ. നീ കിടന്ന് ഉറങ്ങണ സമയത്ത് വന്ന് താലി കെട്ടാനും ഞാൻ മടിക്കില്ല കേട്ടോ. കാര്യം ഇതുപോലെ എന്തും ചെയ്യാൻ ഞാൻ മടിക്കില്ല. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്താന്ന് വെച്ചാ ഞാനൊരു ഭീരുവല്ല. എല്ലാവരുടെയും മുമ്പില് രാജപ്രൗഢിയോടെ താലി കെട്ടും നിന്നെ ഞാൻ. എനിക്ക് എല്ലാവരുടെയും ആശീർവാദം വേണം. എന്റെ ആദിശേഷൻ ആരോടോ സംസാരിക്കുകയാണല്ലോ. ആരായിരിക്കും അത്?
അവളെ എത്രയും പെട്ടെന്നൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ആദിശേഷനെയും കൂട്ടിക്കൊണ്ട് എനിക്ക് പോകാമായിരുന്നു. പ്ലീസ് ശിവാനി, എന്റെ പ്രണയം നീ ഒന്ന് മനസ്സിലാക്കുക. ശിവാനി, നീ എന്നെ കല്യാണം കഴിക്കോ? ശിവാനി ഇവിടെ, അതും ആദിശേഷന്റെ ഒപ്പം. ശിവാനി, എന്നെ വിവാഹം കഴിക്കാന്ന് സമ്മതിക്ക്. എനിക്ക് മറുപടി താ ശിവാനി. ഞാൻ സമ്മതിക്കില്ല. ഞാൻ സ്നേഹിക്കുന്നത് ത്രിവിക്രമനെയാ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതും അവനെയാ. നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നാണെങ്കിൽ മനസ്സിലാക്ക്. ഏയ് ശിവാനി, എന്നെ ഈ രാത്രി ഈ നടുറോഡിലിട്ടിട്ട് പോവാണോ നീ? ശിവാനി, വാ ഇവിടെ. ഞാൻ ദേ ഇവിടെ വീഴാൻ പോവാണ്. തൃശൂൽ, തിരിച്ചു വന്നല്ലേ? ശിവാനി, പറ. ശിവാനി, എന്താന്ന് പറ തൃശൂൽ. ശിവാനി, നീയേ തൃശൂൽ, നിർത്തുന്നുണ്ടോ നിന്റെ ഈ വട്ടുകളി? നിന്റെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനത് തന്നെ പറയാൻ വന്നത്. എന്റെ മനസ്സ് നീ എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നേ? തൃശൂൽ, നിന്റെ റൂമിൽ പോയിട്ട് ഉറങ്ങാനാ ഞാൻ പറഞ്ഞത്. ശിവാനി, എനിക്കതിനെ പറ്റുന്നില്ല. പ്ലീസ്, നീ എന്നെ അവിടെ കൊണ്ടുപോയി കിടത്തോ. തൃശൂൽ, ശിവാനി പ്ലീസ്. ശരി വാ. ശ്രദ്ധിച്ച്. ശരി, പിടിക്കന്നെ. ശിവാനി, എന്താ ഇത്? എത്ര പടി കയറിയിട്ടും തീരുന്നില്ലല്ലോ. ഈ വീടെന്താ വല്ല മൗണ്ട് എവറസ്റ്റ് ആണോ? വായ അടക്കി വെച്ച് മിണ്ടാതൊന്ന് കേറുന്നുണ്ട്. അയ്യോ, പതുക്കെ. തൃശൂൽ, ഇതല്ലേ നിന്റെ റൂം? എനിക്കറിയില്ലേ. ഇനി എനിക്ക് നിന്റെ റൂം അന്വേഷിച്ച് നടക്കാനൊന്നും വയ്യ. വാ, ഇവിടെ അങ്ങ് കിടന്നാ മതി. ശിവാനി, അവസാനം നീ എന്നെ റൂമിൽ എത്തിച്ചല്ലേ? ശിവാനി. തൃശൂൽ, ശിവാനി, ഷൂ പോലും അഴിച്ചു വെച്ചിട്ടില്ല. അങ്ങനെ അങ്ങ് കിടന്നു. ശിവാനി, ശിവാനി. ശിവാനി. തൃശൂൽ, നീ എന്നെ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എന്നെ ചിരിപ്പിക്കാറുമുണ്ട്. എനിക്കൊരു സങ്കടം വരുമ്പോ വന്ന് സമാധാനിപ്പിക്കാറുമുണ്ട്. പക്ഷെ ആവശ്യമില്ലാതെ നിനക്കൊരു വാശിയുണ്ട്. എന്നിട്ട് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് എന്തിനാന്നറിയോ? നിന്റെ കൂടെ തന്നെ നിൽക്കുന്നത് എന്തിനാന്നറിയോ? നീ എന്റെ ഒരു നല്ല സുഹൃത്താണ്. നീ ശരിക്കൊരു ചെറിയ കുട്ടിയെ പോലെയാണ് തൃശൂർ. കുട്ടികൾ വാശി കാണിക്കുമ്പോ, കുറുമ്പ് കാണിക്കുമ്പോ അമ്മ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ലേ? പക്ഷെ അടിക്കാറില്ല. ഞാനും അങ്ങനെയാ തൃശൂർ. ആ സമയത്ത് എനിക്ക് ദേഷ്യം വരാറുണ്ട്. പക്ഷേ നീ വീണ്ടും തിരിച്ചു വരുമ്പോ എല്ലാം ഞാൻ മറക്കും.
നീ എന്നെ പ്രണയിക്കുന്നു എന്നുള്ള കാര്യം ഒഴിച്ച നിന്റെ എല്ലാ ഗുണങ്ങളും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് തൃശൂൽ.